നമസ്കാരം. തൃശൂരിൽ ബാങ്കിന്റെ കെണിയിൽപ്പെട്ട് യുവ സംരംഭകയും അമ്മയും കുടിയിറക്ക് ഭീഷണിയിൽ. മിണായൂർ സ്വദേശി ബിന്ദുവും മകൾ ശ്രീലക്ഷ്മിയുമാണ് ബാങ്കിന്റെ അന്യായ നടപടികൾ മൂലം ജപ്തി ഭീഷണി നേരിടുന്നത്. മൊറട്ടോറിയം നൽകിയതിനെ തുടർന്ന് 2023 ഡിസംബറിൽ കുടുംബം നൽകിയ പരാതിയിൽ ബാങ്കിനെതിരെ RBI ശ്രീലക്ഷ്മിക്ക് അനുകൂലമായ വിധി നൽകിയതിന്റെ പ്രതികാരമായാണ് ജപ്തിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ശ്രീലക്ഷ്മിയുടെ പേരിൽ ഹൗസിംഗ് ലോണായി 29.5 ലക്ഷം രൂപയും ഓവർ ഡ്രാഫ്റ്റായി 10 ലക്ഷം രൂപയുമായി ബാങ്കിൽ നിന്നും 2020 ലോണായി എടുത്തിട്ടുണ്ടായിരുന്നു. മൊറട്ടോറിയം കാലാവധിക്ക് ശേഷവും ബാങ്ക് അറിയിച്ച EMI തുക 33,456 രൂപ ഒറ്റ ഗഡുപോലും മുടക്കം കൂടാതെ 2024 സെപ്റ്റംബർ 30 ബാങ്കിനെതിരെ എറണാകുളം DRT കോടതിയിൽ കേസ് കൊടുക്കുന്നതുവരെ അടച്ചു തീർത്തതായും ശ്രീലക്ഷ്മി പറയുന്നു. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിന് മുന്നിലെ ചെറുകിട സംരംഭമാണ് കുടുംബത്തിന്റെ ആകെ ഉപജീവനം. 2016 മുതൽ ശ്രീലക്ഷ്മിയാണ് സംരംഭത്തിന്റെ ചുമതലകൾ ഏറ്റെടുത്ത് നടത്തുന്നത്. അച്ചാറുകൾ, വിവിധതരം കറി പൗഡറുകൾ, മധുര പലഹാരങ്ങൾ തുടങ്ങിയ ഭക്ഷ്യ ഇനങ്ങൾ സ്വന്തമാക്കി തയ്യാറാക്കി വിൽപ്പന ചെയ്യുന്ന അമൃതലക്ഷ്മി ഫുഡ് വേൾഡ്സ് എന്ന സംരംഭമാണ് ഇവരുടേത്. ബിസിനസ് സമൂഹ മാധ്യമങ്ങളിലൂടെ സഹായത്തിലൂടെയൊക്കെ വലിയ ശ്രദ്ധയും നേടിയിരുന്നു. സ്വന്തമായി വീട് വാങ്ങുന്നതിനും ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിനും എടുത്ത കടമാണ് ശ്രീലക്ഷ്മിയുടെയും കുടുംബത്തിന്റെയും ജീവിതം വീണ്ടും വഴിമുട്ടിക്കുന്നത്. ലോൺ തിരിച്ചടവ് മുടങ്ങി എന്ന കാരണം ചൂണ്ടിക്കാട്ടി മിണാലൂരിൽ കുടുംബം താമസിച്ചു വരുന്ന 5 സെന്റ് സ്ഥലവും 2 നില വീടും സർഫാസി നിയമം അനുസരിച്ച് ലേലം ചെയ്യാനാണ് ബാങ്ക് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ലോൺ ഇതുവരെ മുടങ്ങിയിട്ടില്ല എന്നതാണ് വാസ്തവം. 54 ലക്ഷത്തോളം രൂപ അടച്ചു തീർക്കാനുണ്ടെന്നാണ് ബാങ്കിന്റെ അവകാശവാദം. നാളിതുവരെ EMI അടച്ചതിൽ 1 രൂപ പോലും മുതലിലേക്ക് ബാങ്ക് വരവ് വയ്ക്കാതെ സർഫാസി നിയമ നടപടികൾ ബാങ്ക് പൂർത്തീകരിക്കുമെന്ന് പറയുമ്പോൾ നിസ്സഹായരാണ് ശ്രീലക്ഷ്മിയും അമ്മയും. അടവിൽ 2 വർഷത്തോളം വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നും തുടർച്ചയായി വീഴ്ച സംഭവിച്ചാൽ RBI നിർദ്ദേശങ്ങൾക്കകത്തു നിന്ന് സ്വാഭാവികമായി ഹെഡ് ഓഫീസിൽ നിന്നുണ്ടാകുന്ന നടപടിക്രമങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. എന്നാൽ കോവിഡ് കാലത്ത് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ച പ്രകാരമുള്ള മൊറട്ടോറിയം ആനുകൂല്യത്തെ വളച്ചൊടിച്ച് മുടക്കായി പ്രസ്താവിക്കുകയാണ് ബാങ്ക് ചെയ്യുന്നത്. 2 വർഷം എന്നത് മൊറട്ടോറിയം കാലാവധിയാണ്. മൊറട്ടോറിയം കാലാവധി അവസാനിച്ചതോടെ നിയമാനുസൃതമല്ലാതെ വായ്പാ പലിശ ഇനത്തിലും EMI തുക വർദ്ധിപ്പിക്കുന്നതിനും ബാങ്ക് ശ്രമം നടത്തി. തുടർന്നാണ് RBI ഓംബുഡ്സ്മാന് പരാതി നൽകുന്നത്. ബാങ്കിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടായെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 10,000 രൂപ ശ്രീലക്ഷ്മിക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും ലോൺ പുതുക്കി നൽകണമെന്നും RBI ബാങ്കിന് ഉത്തരവ് നൽകി. ഇതുവരെയും EMI തുക മുടക്കം കൂടാതെ അടച്ചുവരാൻ RBI നിർദ്ദേശിച്ച പ്രകാരം ഒരു മുടക്കം കൂടാതെ കേസ് കൊടുക്കുന്നതുവരെ പരാതിക്കാരി EMI അടച്ചു വന്നതാണ്. RBIയിൽ നിന്നും വന്ന വിധിയെ കണക്കിലെടുക്കാതെ ഏകപക്ഷീയമായ ഒരു പ്രപ്പോസലാണ് ബാങ്ക് നൽകിയത്. അതിൽ പ്രസ്താവിച്ച കണക്കുകളിലെ വ്യതിയാനങ്ങൾ, മറ്റു ക്രമക്കേടുകൾ എന്നിവയെ ചൂണ്ടിക്കാണിച്ച് ബാങ്ക് അധികൃതർക്ക് ഇമെയിൽ അയച്ചു. എന്നാൽ യാതൊരു മറുപടിയും കണക്കുകളും അതിന്റെ വിശദാംശങ്ങളും നൽകാതെ RBIയുടെ നിർദ്ദേശത്തെയും അവഗണിച്ചുകൊണ്ടാണ് 33,456 എന്ന EMI തുക 50,340 എന്ന് ബാങ്ക് സ്വമേധയാ വർദ്ധിപ്പിച്ചത്. വളരെ കൃത്യമായി ലോൺ അടച്ചിരുന്ന ശ്രീലക്ഷ്മിയുടെ ലോൺ ഓവർഡ്യൂവും NPAയുമാക്കി അനധികൃതമായി ബാങ്ക് സർഫാസി നടപടിയുമായി മുന്നോട്ടു പോവുകയാണ്.